പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സോളിഡ്സിൻ്റെ 12ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ എടുക്കേണ്ട പേജ് നമ്പർ 203 പേജ് നമ്പർ 203 വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും പ്രധാനമാണ്. ഈ സോളിഡ്സിൽ ഇന്നതാണ് പ്രധാനം, മറ്റത് പ്രധാനമല്ല എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ 203ാമത്തെ പേജിൽ തന്നെ 6 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് പഠിക്കണം. ഇത് അടുത്ത ദിവസം നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്, 5ാമത്തെ ക്വസ്റ്റ്യനാണ്. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സ്കൂളിൽ അത് എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കുക, കമ്പയർ ചെയ്യുക, കമ്പാരിസണിലൂടെ നിങ്ങൾ നോക്കുക ഏതാണ് ബെറ്റർ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക. നമുക്ക് കിട്ടേണ്ടത് ആൻസർ, ഒരു ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ഏത് രീതിയിൽ മെത്തേഡായാലും ശരി, നമുക്ക് ആൻസർ എന്ത് ചെയ്യണം, സെയിം ആയിരിക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കുകയും വേണം. എപ്പോഴും ചോദിച്ചാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അത് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാം. ഞാനിവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം എ സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഒരു സോളിഡ് സ്പിയർ ആണ്. ആ സ്പിയറിന് എത്ര സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളത്? 10 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്, അല്ലേ? അപ്പോൾ റേഡിയസ് എത്ര? 10 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗോളമാണ്, ഒരു കട്ടിയായ ഗോളമാണ്. ആ ഗോളത്തിൻ്റെ ആരമാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എ കോൺ ഓഫ് ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ ഈസ് കാർവ്ഡ് ഔട്ട്. ഈ ഗോളത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? 16 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വൃത്തസ്തൂപിക എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ചെത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ, കാർവ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ നിങ്ങൾ ഇതെല്ലാം ഫിഗർ വരയ്ക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്പിയർ ആകുമ്പോഴത്തേക്കും ഒരു ഇത് വരയ്ക്കുക കേട്ടോ. സ്പിയർ വരച്ചു, ഗോളം വരച്ചു. അപ്പോൾ ഈ ഗോളം, അപ്പോൾ ഇത് നമ്മുടെ ഒരു പപ്പായ പോലെ പിരിപ്പോട്ടെ. നിങ്ങൾ ഗോളം തന്നെ വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര? ഇതിൽ നിന്ന് നമുക്ക് കാർവ് ഔട്ട് ചെയ്യേണ്ട കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 16 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഉയരം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാണ് ഹൈറ്റ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അല്ലേ അതിൻ്റെ സ്പിയറിൻ്റെ, അപ്പോൾ റേഡിയസ് ആണെങ്കിൽ ഇത് നമുക്ക് പോയി അല്ല അതിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 16 സെൻറ്റിമീറ്റർ ഉയരമാണെങ്കിൽ ഇതുപോലെ ഇതൊരു എത്ര സെൻറ്റിമീറ്റർ വരുള്ളൂ? 10 സെൻറ്റിമീറ്റർ വരുള്ളൂ. 16 അപ്പോൾ താഴോട്ട് വരും. ഇതാ ഇതുവരെ വരും. ഇങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് വയ്ക്കണം കേട്ടോ. ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ടും എന്താണ് 10 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടും എന്താണ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതുപോലെ ഇതൊരു എത്ര? 6 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ശ്രദ്ധിച്ചിരിക്കുക. ഗോളമാണ്. ഇതിൻ്റെ റേഡിയസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു, 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി എത്ര സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വൃത്തസ്തൂപിയാണ് അതിനെ കാർവ് ഔട്ട് ചെയ്യേണ്ടത്? 16 സെൻറ്റിമീറ്റർ, അല്ലേ? 16 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വൃത്തസ്തൂപിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ചെത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റാണ് 16. അപ്പോൾ ടോട്ടൽ 16 മനസ്സിലായോ? ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ ബേസ്, അല്ലേ, സർക്കിൾ ആയിരിക്കും ആണല്ലോ. ഇതാ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് അവിടെ നിന്നോട്ടെ, എനിക്കിരിക്കും കേട്ടോ. നിങ്ങളിങ്ങനെ വരച്ചാൽ നന്നായിട്ട് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ കോമ്പസ് ഉണ്ടാക്കിയാണോ വരയ്ക്കേണ്ടത്. അതുപോലെ സ്കെയിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അല്ല ചുമ്മാ ഇങ്ങനെ കൈകൊണ്ടൊന്നും നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരച്ച് വയ്ക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും? ഇതുപോലെ എത്ര? 10 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഇവൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവൻ്റെ റേഡിയസ് കാണാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിച്ചില്ല, അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്പിയർ ഈസ് ദ വോളിയം ഓഫ് ദ കോൺ, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷനാണ്. വാട്ട് ഫ്രാക്ഷൻ എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്പിയർ ഈസ് ദ വോളിയം ഓഫ് ദ കോൺ. അപ്പോൾ വോളിയം ഓഫ് ദ സ്പിയറും അതുപോലെ തന്നെ വോളിയം ഓഫ് ദ കോണും, ഗോളവും അതുപോലെ തന്നെ പിന്നെന്താണ് വൃത്തസ്തൂപിയും തമ്മിലുള്ള വ്യാപ്തങ്ങളുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഈസിയാണ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് പേടിച്ച് പോകണ്ട. നിങ്ങൾ ആദ്യം രണ്ടെണ്ണത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. രണ്ടിൻ്റെ വ്യാപ്തം കാണുന്നതിനെ ഫസ്റ്റ് സ്പിയറിൻ്റെ വോളിയം, അല്ലേ? ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 4/3 πr³ ആണ്. രണ്ടാമത് പഠിക്കുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? രണ്ടാമത് ചെയ്യേണ്ടത് വോളിയം ഓഫ് ദ കോൺ, അല്ലേ? കോണിൻ്റെ വോളിയം. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 4/3 πr³. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 4/3 πr³.
അതുപോലെ തന്നെ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/3πr²h. മനസ്സിലായി? അപ്പോൾ സ്പിയറിൻ്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് ദ സ്പിയർ ഈസ് ഈക്വൽ ടു എന്താണ്? 4πr². 4/3πr³ കേട്ടോ. വോളിയം ഓഫ് ദ സ്പിയർ ഈസ് ഈക്വൽ ടു 4/3πr³. വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു എന്താണ്? 1/3πr²h. അപ്പോൾ നമുക്ക് ആദ്യം സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുമ്പോഴേ സ്പിയറിൻ്റെ വോളിയം എന്താണ്? 4/3πr³ അല്ലേ? ഇനി അടുത്ത കോണിൻ്റെ വോളിയം എന്താണ്? കോണിൻ്റെ വോളിയം എന്താണ്? 1/3πr²h ആണ്. അപ്പോൾ നമുക്കിത് രണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഏതിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ടത്? സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ഏതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം? കോണിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം കാണുന്നതിന് നമുക്ക് എന്ത് മാത്രം മതി? റേഡിയസ് മാത്രം മതി. പക്ഷേ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? റേഡിയസും വേണം, അതിൻ്റെ ഹൈറ്റും വേണം അല്ലേ? ആറും വേണം, എച്ചും വേണം. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? ഹൈറ്റ് ഉണ്ട്, എന്തില്ല? റേഡിയസ് ഇല്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായി? ആ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇവിടെ നോക്കാം. ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? റേഡിയസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? 20 സെൻറ്റിമീറ്റർ. അത് നമ്മൾ നോക്കേണ്ട. റേഡിയസ് എന്താണ്? 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ അല്ലേ, ഈ സർക്കിൾ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെൻറ്ററാണിത്. സെൻറ്ററിൽ ഇങ്ങോട്ട് എന്താണ്? 10 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടും എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായി? ഈ ഫിഗറാണ് നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടത്. ശ്രദ്ധിക്കുക. കണ്ടല്ലോ? മനസ്സിലായോ? ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. ആദ്യം ഇതിൻ്റെ ഹൈറ്റ് വരച്ചു. റേഡിയസ് ഇവിടെ എത്ര? 10 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ട് എത്ര? 10 ആണ്. 10 നമുക്കിവിടെ എത്ര മതി? 6 മതി. അതുവരെയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, കോണിൻ്റെ ഹൈറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കിനി റേഡിയസ് വേണം. കാരണം ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/3πr²h. റേഡിയസും വേണം, ഹൈറ്റും വേണം. അപ്പോൾ നമുക്ക് 6 വേണം. പിന്നെ ഇവിടെ എന്തുണ്ട്? അതിൻ്റെ എച്ച് ഉണ്ട് അല്ലേ? എച്ച് = 6 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ എന്താ കിടക്കുന്നത്? അതിൻ്റെ എന്താണ്? ഇതൊരു ഒരു പൈതഗോറസ് തിയറം വെച്ച് നോക്കുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പോൾ അങ്ങനെ ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്. എന്താണ് ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്? ഇവിടെ എന്തുണ്ട്? ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഹൈപ്പോട്ടൻസ് ഉണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. അതിൻ്റെ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് ആണ് ഇത്, റേഡിയസ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം എന്താണ്? വോളിയം. ഇതിൻ്റെ വോളിയം കാണുന്നതിന് ഇതിൻ്റെ റേഡിയസ് കാണും അല്ലേ? റേഡിയസ് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതെന്താണ്? 6 ആണ്. ഇതെത്ര? 6 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇതെത്ര? 10 സെൻറ്റിമീറ്റർ. ഇതെത്ര? 6 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്. ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്. അപ്പോൾ പാദം, ലംബം, കർണം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പാദമാണ് കണ്ടുപിടിക്കേണ്ടത്. പാദം കാണാൻ പറഞ്ഞാൽ എന്താണ്? കർണ സ്ക്വയർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് കർണ സ്ക്വയർ മൈനസ് എന്നാണ് ലംബ സ്ക്വയർ അല്ലേ? ബേസ് = സ്ക്വയർ ഓഫ് എന്താണ്? ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ആർ നമുക്ക് കണ്ടുപിടിക്കാം. ആർ നമുക്ക് എന്തിൻ്റെ ആറാണ് കണ്ടുപിടിക്കുന്നത്? റേഡിയസ്. ഏതിൻ്റെ? റേഡിയസ് ഓഫ് ദ കോൺ. കോൺ = സ്ക്വയർ റൂട്ട് ഓഫ് ഇതാണ് ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടൻസ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് 100 മൈനസ് 36 അല്ലേ? 10 സ്ക്വയർ എന്താണ്? 10 × 10 എന്താണ്? 100 മൈനസ് 6 സ്ക്വയർ എന്താണ്? 36. അപ്പോൾ അതിൻ്റെ റൂട്ട് ഓഫ് എന്താണ്? 64. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 8 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റൂട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ റേഡിയസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഇത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാമായി കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാം ഉണ്ട്. സ്പിയറിൻ്റെ എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് എത്ര? 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത് അതുപോലെ തന്നെ ഇവൻ്റെ ഹൈറ്റ് എത്ര? 16 സെൻറ്റിമീറ്റർ. റേഡിയസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര? 8 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാണ്? ആറും എച്ചും. ഇതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ അല്ലേ? പൈതഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ സാധനമാണ് ഞാൻ എടുത്തത്. അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കാം. ടോട്ടൽ അല്ലേ? 10 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഞാൻ ഇങ്ങോട്ടും അത് മാർക്ക് ചെയ്തു. ഇതുപോലെ ഇങ്ങോട്ട് എത്ര? 10 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ടൊക്കെ എന്താണ്? 10 സെൻറ്റിമീറ്റർ. താഴോട്ട് എന്താണ്? 10 സെൻറ്റിമീറ്റർ. അതിൽ ടോട്ടൽ അവരുടെ ഹൈറ്റ് എത്ര? 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ, ബാക്കി എന്താണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഹൈറ്റായി. ഇനി അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ വൃത്തസ്തുതിയുടെ നമുക്ക് ആര് കണ്ടുപിടിക്കണം? കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഞാൻ 6 മാർക്ക് ചെയ്തു. ഇവിടെ എത്ര? 6 ഉണ്ട്. ഇത് റേഡിയസ് 10 സെൻറ്റിമീറ്ററിൽ ഇങ്ങോട്ട് ഞാൻ കണക്ട് ചെയ്തു. മനസ്സിലായി? ജോയിൻ ചെയ്തു അല്ലേ? ഈ സെൻറ്ററും ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് കിട്ടി? 10 സെൻറ്റിമീറ്റർ ആണത്. അപ്പോൾ ഇതൊരു നോക്കുമ്പോഴത്തേക്കും എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്.
അല്ലെ ഒരു മട്ടത്രികോണമാണ്. ഇത് മട്ടകോണാണ്. അപ്പോൾ ഇതൊരു മട്ടത്രികോണം ആകുമ്പോഴത്തേക്കും മട്ടത്രികോണത്തിൻ്റെ പാദം ലംബം കർണം അല്ലേ. അപ്പോൾ പാദമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർണ സ്ക്വയർ മൈനസ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണ സ്ക്വയർ മൈനസ് എന്താണ് ലംബം സ്ക്വയർ കേട്ടോ, ലംബം സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ഓഫ് അപ്പോൾ റേഡിയസ് കാണുക. അപ്പോൾ ആർ സിക്കൽ റേഡിയസ് ഓഫ് ദ കോൺ സിക്കൽ ടു സ്ക്വയർ ഓഫ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പട്ടൺ സ്ക്വയർ മൈനസ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. സ്ക്വയർ ഓഫ് കർണ സ്ക്വയർ മൈനസ് എന്താണ് ലംബം സ്ക്വയർ. അപ്പോൾ എൻ സ്ക്വയർ എന്താണ് 100 മൈനസ് 36. അപ്പോൾ അതിൻ്റെ 64 ആൻഡ് റൂട്ട് എത്രയാണ് 8 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ റേഡിയസ്. മനസ്സിലായി? എപ്പോഴും പറയും പോലെ ഇതും എന്താണ് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ? കിടപ്പുണ്ട് എന്താണ് എത്ര 10 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. കിടപ്പുണ്ട് എന്താണ് അതിൻ്റെ റേഡിയസ് എത്ര 8 സെൻറ്റിമീറ്റർ കിട്ടി. ഹൈറ്റ് എത്ര 16 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് ഇവൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഇവൻ്റെ വോളിയം നമുക്ക് ആദ്യം നോക്കാം അല്ലേ. വോളിയം ഓഫ് ഏതിൻ്റെയാണ്? വോളിയം ഓഫ് ദ സ്പിയർ. Volume of the sphere is equal to എന്താണ് 4/3 പൈ ആർ ക്യൂബ് കേട്ടോ. വോളിയം ഓഫ് ദ സ്പിയർ ഗോളത്തിൻ്റെ, നിങ്ങളെന്താ മലയാളം മീഡിയം കുട്ടികൾ എഴുതേണ്ടത്, ഗോളത്തിൻ്റെ വ്യാപ്തം സമം എന്താണ് 4/3 പൈ ആർ ക്യൂബ്. 4/3 ഇൻറ്റു എന്താണ് പൈ ഇൻറ്റു റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് എത്ര 10. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിപ്പോകാൻ പറ്റില്ല. 3യുടെ മൾട്ടിപ്പിൾസ് ഒന്നും മുകളിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാത്തിനും ഇൻറ്റു ചെയ്യുക. 10 × 10 100 100 × 10 1000 1000 4000 ഇൻറ്റു പൈ എന്താണ് 4000 π/3 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അതായി. ഇനി അടുത്ത് ഇവൻ്റെ കണ്ടുപിടിക്കുക. എന്താണ് വോളിയം ഓഫ് ദ കോൺ. ഫോർമുല എന്താണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എത്ര 8 സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. 8 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എത്രയാണ് 16 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് 3 ഉണ്ടോ, ഒന്നിനെയും വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് 8 × 8 എത്ര 64 അല്ലേ. 8 × 64 64 × 16 എത്ര 64 × 16 1024 പൈ. അടിയിൽ 3 അല്ലേ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആൻസർ. അടിയിൽ ഒരു 3 ഉണ്ട്, മറക്കരുത് കുട്ടികളെ. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇവൻ്റെ എന്താണ് ഇവൻ്റെ പേര് എന്താ സ്പിയറിൻ്റെ അല്ലേ. സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? വോളിയം കണ്ടുപിടിച്ചു. ഇനി അടുത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് ദ കോൺ അല്ലേ. കോണിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് എങ്ങനെ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഫോർമുല ഏതാണ്? 1/3 പൈ ആർ. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ആണെങ്കിൽ എവിടേത് എന്താണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഫോർമുല പഠിക്കാതെ ഒരു കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇത് റേഡിയസ് എത്ര 8. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 8 ഇൻറ്റു ഹൈറ്റ് എത്ര 16. അപ്പോൾ നമ്മുടെ വെട്ടിപ്പോവില്ല, 3 തൊട്ടൊന്ന് വെട്ടിപ്പോവില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു 1024 / 3 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇവൻ്റെ വോളിയം. മനസ്സിലായല്ലോ. അപ്പോൾ 2ൻ്റെ വോളിയം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്പിയർ ഈസ് ദ വോളിയം ഓഫ് ദ കോൺ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെയൊക്കെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള വ്യാപ്തങ്ങളുടെ ഒരു ഫ്രാക്ഷൻ. ഞാനത് മാറ്റിയാണ്. അടുത്ത നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഏതിൻ്റെ വോളിയം കണ്ടുപിടിച്ചു? സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. സ്പിയറിൻ്റെ വോളിയം എന്തായിരുന്നു? 4000 π/3 അല്ലേ. സ്പിയറിൻ്റെ കോണിൻ്റെ വോളിയം എന്തായിരുന്നു? 1024 π/3. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ ഓഫ് വോളിയം
വോളിയം ഓഫ് ഏതിൻ്റെയാണ്? ഓഫ് ദ സ്ഫിയർ ടു ദാറ്റ് ഓഫ് ഏതിൻ്റെ? ഓഫ് ദ കോണിൻ്റെ അല്ലേ? കോണിൻ്റെ വോളിയവും അതുപോലെ തന്നെ സ്ഫിയറിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ആദ്യം കിട്ടിയ വോളിയം 4000 / 3π ആണ്. ഡിവൈഡ് ബൈ രണ്ടാമത് കിട്ടിയ വോളിയം എന്താണ്? 1024 / 3π ആണ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ് 4000π / 3 ഇൻറ്റു ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി. ഇനി അടുത്ത് എന്താ കൊടുക്കേണ്ടത്? അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ എന്താണ്? 3 മുകളിലും ഇതെവിടെയും പോകും, താഴെയും പോകും അല്ലേ? 3 വെട്ടിപ്പോയി, പൈയും വെട്ടിപ്പോയി. നമുക്കിനി ഇതിനെ എത്ര കൊണ്ട് വെട്ടിപ്പോവാം? 8 കൊണ്ട് നോക്കാം കേട്ടോ. വേണ്ട, നിങ്ങൾക്ക് അതൊരു ഇതാവും. നമുക്ക് പകുതി എടുത്തു പോകാം, 2 കൊണ്ട് നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ എടുക്കാം. 1024 അതിൻ്റെ ഹാഫ് എത്രയാണ്? 512. അല്ലെങ്കിൽ 10ൻ്റെ പകുതി എത്ര? 5. 24ൻ്റെ പകുതി എത്ര? 12 അല്ലേ? അപ്പോൾ 512 മനസ്സിലായല്ലോ. ഇനി 4000ൻ്റെ പകുതി എത്രയാണ്? 2000. അതെടുത്തു. അപ്പോൾ മുകളിലും താഴെ നമ്മൾ ചെയ്തു. താഴെ പകുതി എടുത്താൽ മുകളിൽ, അല്ലെങ്കിൽ മുകളിൽ പകുതി എടുത്താൽ താഴെ, അതുപോലെ എടുക്കുക. ഇനി 512ൻ്റെ പകുതി നോക്കാം. എത്രയാണ്? 256. അങ്ങനെയാണെങ്കിൽ 2000ൻ്റെ എത്രയാണ്? പകുതി എത്രയാണ്? 1000. ഇനി അടുത്ത അതുപോലെ ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കുക. 128. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ആണെങ്കിലോ 500. ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കുക 64. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എത്രയാണ്? 250. ഇനി ഇതിൻ്റെ ഹാഫ് എത്ര? 32. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എത്രയാണ്? 125. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. 4000 നമ്മൾ എത്ര തൊട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1024 അല്ലേ? അപ്പോൾ ഇത് 8 കൊണ്ട് പോകും. 10ൽ 8 എത്ര? 1 ടൈം. 102 22. 22ൽ 8 എത്ര? 2 ടൈംസ്. 16 വീണ്ടും 6. 64ൽ 8 എത്ര? 8 ടൈംസ്. ഇനി ഇതിലെത്ര 8? 40ൽ എത്ര? 8 ഉണ്ട്? 5. ഇതെത്ര? 2 0 കൂടെ ചേർക്കും. ഇനി വീണ്ടും ഇതെത്ര കൊണ്ട് പോകും? വീണ്ടും നമുക്ക് 8 കൊണ്ട് പോകും. നമുക്ക് 4 കൊണ്ട് നോക്കാം. ഇത് 4 ഉണ്ട് എത്ര? 3 ടൈംസ്. ഇതെത്ര? 2 ടൈംസ്. അതുപോലെ 5ൽ എത്ര? 4 ഉണ്ട്? 1. 1 10. 10ൽ എത്ര? 4 ഉണ്ട്? 2 ടൈംസ്. 2 20. 20ൽ എത്ര? 4 ഉണ്ട്? 5 ടൈംസ്. ഇതാണ് എളുപ്പം. ഇങ്ങനെ ചെയ്യാം. അപ്പോഴും എന്തിന് ആൻസർ 125 ഡിവൈഡ് ബൈ 32. ഇങ്ങനെ വെട്ടി പകുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ പകുതിയോടെ ഈ കളി പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പേടിയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഹാഫ് എടുത്ത് പോയാൽ മതി കേട്ടോ. കുറച്ച് സമയം എടുക്കും, പക്ഷേ നമ്മുടെ ആൻസർ തെറ്റാതെ നമുക്കവിടെ കിട്ടും. ഇതാണ് എൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ റേഷ്യോണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക 125:32 എന്ന് എഴുതുക. ഇപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രാക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് ഫ്രാക്ഷൻ? 125 ഡിവൈഡ് ബൈ 30. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ പറയണം ഇങ്ങനെ നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെ ക്ലാസ് ഉണ്ടെന്ന്. ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ഞാൻ കൂടുതൽ നോക്കിയപ്പോഴേ ഞാൻ ആദ്യം തുടക്കത്തിൽ പഠിപ്പിച്ച ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട്. അതെനിക്കത്ര ഞാൻ പഠിപ്പിച്ചത് കറക്റ്റാണ്, പക്ഷേ എന്താ പറയുക, അതിൽ ഞാൻ പഠിപ്പിച്ച രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതാണ്, ഫസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ എനിക്കതിലുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അത് യൂസ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അത് ഇപ്പോഴും കയറി അത് കണ്ടു തുടങ്ങിയതാണ് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ വ്യൂസ് അപ്പോൾ ട്രിഗണോമെട്രിയിലാണ് കാണുന്നത്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണത് അല്ലേ? പക്ഷേ അത് ഈസി ആയിട്ടൊക്കെ അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതുകൂടെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണ്? ഒന്ന് ട്രിഗണോമെട്രി. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് ട്രിഗണോമെട്രി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ട്രിഗണോമെട്രി, രണ്ടാമത് നിങ്ങൾക്ക് ഞാൻ എന്തെടുക്കും? സോളിഡ്സ്. ഈ 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക പൊതുവേ കുട്ടികൾക്ക് പ്രയാസം എന്ന് പറയുന്ന 2 ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോകാതിരിക്കാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും തയ്യാറാക്കിക്കൊണ്ട്, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഞാൻ അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യും ഒരു 10 എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് നന്നായിട്ട് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കുക. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയണം നമുക്കത് ഈസി ആയിട്ട് പഠിപ്പിച്ചിരുന്നൊരു സാറുണ്ട്, എല്ലാവരും തയ്യാറായിരിക്കുക.
നമ്മുടെ ഈ ചാനൽ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.